കേക്കണ്ട, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. പനി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലൊന്നും പറ്റത്തില്ല. അതെന്താ ഹോസ്പിറ്റലിൽ പോയാ? എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതൊക്കെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും, എല്ലായിടത്തും പറയാൻ പറ്റില്ല. ഓ, അപ്പൊ അവയ്ക്ക് ഞാൻ അടുത്ത പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഓ, അതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞേ. അല്ല, അങ്ങനത്തെ പേഴ്സണൽ കാര്യമല്ലത്. ഇതെന്ത് കാര്യോ തമാശയോ നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഞാൻ വിചാരിച്ചേ. എടാ മീനു, ഇത് അത്ര കാര്യമൊക്കെ കാര്യമൊന്നുമില്ല. നീ ഇത് വിട്. അവി, നിനക്കിത് പറയാൻ പറ്റോ ഇല്ലേ? അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇങ്ങനെ മതി. എന്റെ പേഴ്സണൽ കാര്യം എന്റെ, നിന്റെ പേഴ്സണൽ കാര്യം നിന്റെ. എടാ മീനു, നിന്നെ എന്താ മനസ്സിലാക്കാത്? അവിനെ മനസ്സിലാക്കുന്ന ഞാൻ ഇന്ന് വരെ വിചാരിച്ചേ, പക്ഷെ ഇപ്പഴല്ലേ മനസ്സിലാക്കി വരണേ ഉള്ളൂ. ഓക്കെ, എന്നാ ഞാൻ പറയാം. നീ വേറെ ആരും അറിയരുത്. എന്താ അത്? നിനക്കൊരു അസുഖമുണ്ടോ? അതൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പറയത്തില്ല. ഇത് അതൊന്നും അല്ല. പിന്നെ എന്താ? എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. ഏത്? ഈ ഇഞ്ചക്ഷനാ? ആ ഇഞ്ചക്ഷൻ. നീ ആരോടും പറയണ്ട. ഞാൻ ആരോടും പറയില്ല. വേണ്ട. അവി അനങ്ങാണ്ടിരിക്ക്. ഇത്രയല്ലേ ഉള്ളൂ, കരയല്ലേ? സാരമില്ല കേട്ടോ. ഡ്രൈവിംഗിൽ ഏറ്റവും ബേസിക് റൂളാണ് നീ തെറ്റിച്ചത്. എന്താ പറഞ്ഞേ? ഹെൽമെറ്റും ലൈസൻസും ഇല്ലാണ്ട് വണ്ടി റോഡിൽ ഇറക്കരുത്. കറക്റ്റ്. സാറേ, ഹെൽമെറ്റ് ഉണ്ട് സാറേ. ഒരു രക്ഷയില്ല മോളെ, നടക്കൂല. സാർ പ്ലീസ്. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. സാർ ഒരു മിനിറ്റ് പോരാ, ഒരു മിനിറ്റ് പോരാ. എന്തായി? പൈസ കൊടുക്കേണ്ടി വരും. ഉണ്ടാ കയ്യില് പൈസ? 200 രൂപ. വേറെ വഴി 100 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല അല്ലേ? എന്താടാ വരാനൊരു താമസം? അയ്യോ, ഞാനോ? ഇതിപ്പോൾ പെറ്റി അടച്ച് പോരേണ്ടവരെ പെടലേക്ക് ഇടി വാങ്ങിച്ച് തരുമോ? ആ സാധ്യത തള്ളിക്കളയാനാവില്ല. അവനല്ല ആള്. സാറ് സ്വീകരിച്ചാട്ടെ. താങ്ക്സ്. സാർ, ഇതിനകത്ത് 100 രൂപ ചില്ലറ തരുമോ? ഓക്കെ, എല്ലാ പ്രശ്നവും തീർന്നു. 200 രൂപ ചുറ്റി കയ്യിൽ വെച്ച് കൊടുത്തു. 100 രൂപ തിരിച്ചു വാങ്ങിയിട്ട് ചായ കുടിക്കാൻ വെച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിൽ പോയി കുടിക്കാം. അല്ലാതെ ഈ എക്സ്പീരിയൻസ് കൂടിയാലും പ്രശ്നം. പോലീസുകാരുണ്ടായിപ്പോ ഞാൻ പറയുന്നില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇടിക്കുന്നില്ല ഞാൻ, അല്ലെങ്കിൽ തന്നെ എന്റെ കൺട്രോൾ കാണണം. മിണ്ടല്ലേ? ഈയോടോ? അല്ല, സാം എവിടെ? അവൻ ഇത്ര ലേറ്റ് ആണ്. ഇന്നാണ്ട് ചെലവല്ലേ? രാഹുൽ ലൈസൻസ് കിട്ടിയ സന്തോഷത്തിന് ആരോ കാണണം എന്ന് പറഞ്ഞു പോയതാ, പിന്നെ കണ്ടിട്ടില്ല. പാർട്ടിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയതായിരിക്കും. ഇത്രയും നേരം? എന്തായാലും സാമി, എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാണ്ടിരിക്കില്ല. കാരണം ഞാനാണല്ലോ അവനെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ വാശി കയറ്റിയ കാരണമാണ് പക്ഷെ അവൻ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സായത്. അതുകൊണ്ട് അവനെ എനിക്കും ചെയ്തേ പറ്റൂ സംതിങ് സ്പെഷ്യൽ. അവനെ എല്ലാവർക്കും ചെയ്യും. ഒന്ന് സമാധാനായിട്ടിരിക്കും. എടാ ഒന്ന് നോക്കും, ചിലപ്പോ അവനായിരിക്കും. ഞാൻ നോക്കാം. നമ്മള് ഫുഡ് വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ചിലപ്പോ സാം ഓർഡർ ചെയ്തായിരിക്കും. ഇത് ലൈസൻസ് കിട്ടിയതിന്റെ ജോലി കിട്ടിയതിന്റെ ഒക്കെ ചിലവാ. അപ്പൊ ജോലി എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് പ്രസിഡന്റ് വരെ ആകാം. അതുപോരാ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ജീവിതം പഠിക്കണം. ഇനി ഒരുത്തരും എൻ്റെ ഐഡിയ അങ്ങനെ അടിച്ചോണ്ട് പോകണ്ട. അപ്പൊ ഇതിനായിരുന്നല്ലേ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നേ? എന്തായാലും തകർത്തു മാൻ. താങ്ക്സ് മാം. കൺഗ്രാറ്റ്സ് സാം. കൺഗ്രാറ്റ്സ് മാം. താങ്ക് യു. എന്താടാ നീ മാത്രം ഒന്നും മിണ്ടാത്തത്? കൺഗ്രാറ്റുലേഷൻസ്. അല്ല, നിനക്ക് മാത്രം ദുഃഖം? മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ വീട്ടിൽ പണിയില്ലാത്ത ഒരേ ഒരു മനുഷ്യ അവൻ മാത്രല്ലേ ഉള്ളൂ. അതിന്റെ വല്ല പണിക്കും പൊക്കൂട ചെക്ക. നാണക്കേട്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാൻ പിണങ്ങിയിട്ട് ഇതൊന്നും കഴിക്കാതിരിക്കില്ല. എനിക്കടുത്ത് ഓർഡർ വന്നു. ഡെലിവറിക്കുള്ള സമയമായി. അപ്പൊ ശരി, കാണാം. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. നീ ഇതൊരു പോയില്ലേടോ?